രാവിലെ നമുക്കൊരു സാമ്പാർ വെച്ചാലോ? ഇതെന്താ ഈ കഷ്ണമെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഇത് ഓമയ്ക്കയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയൊക്കെ വെച്ചിട്ട് സാമ്പാർ വെക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തോന്നാറില്ല. പക്ഷേ ഈ ഓമയ്ക്ക വെച്ചിട്ട് സാമ്പാർ വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഓമയ്ക്ക വേണം, മുരിങ്ങയ്ക്ക വേണം, തക്കാളി, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്. ഇത്രയും മാത്രം മതി. ഇതിന് വേറെ ഒന്നും ചേർക്കണ്ട. ഇത്രയും മാത്രം കഷ്ണങ്ങൾ മതിയാവും. നല്ല അടിപൊളി ടേസ്റ്റും ഗുണവുമുള്ള സാമ്പാർ കഴിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാ സാമ്പാർ വയ്ക്കുന്ന പോലെ തന്നെ. അപ്പം പരിപ്പ് ആദ്യം വേവിക്കണം. അതിനുശേഷം വെന്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം പരിപ്പിലോട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ച് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്നുകൂടെ, കുക്കറിലാണെങ്കിൽ ഒരു വിസിലൊക്കെ മതിയാകും. ഓമയ്ക്കയല്ലേ, പെട്ടെന്ന് വേകും. എന്നിട്ട് നമ്മളതിലേക്ക് മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് കായവും ഒക്കെ ചേർത്ത്, നല്ല സാമ്പാർ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ തന്നെ വീട്ടിൽ സാമ്പാർ പൊടി തയ്യാറാക്കി വെച്ചാൽ നല്ലതാണ്. അതൊക്കെ ഒന്ന് ചേർത്ത് നല്ല വറ്റൽ മുളകൊക്കെ ഇട്ട് കടുക് വറുത്തങ്ങോട്ട് എടുത്താൽ നല്ല കിടുക്കൻ സാമ്പാറാണ്. അപ്പോൾ എനിക്കിന്ന് ഇഡ്ഡലിയും ഓമയ്ക്ക സാമ്പാറുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, ടാറ്റാ.